ശോകം 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 എന്തായാലും ശോകം അതായതടാ. ഇപ്പൊ നമ്മള് പലരും ഇപ്പൊ ഈ ഒരു അധ്യയന വർഷം തുടങ്ങുകയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്നും നേരെ എവിടേക്കായിരിക്കും? 9ാം ക്ലാസ്സിൽ നിന്നും നേരെ എവിടേക്കായിരിക്കും? SSLC കഴിക്കും. അപ്പം സാറേ ഞങ്ങൾക്ക് ഫുള്ള് ശോകം, ഞങ്ങൾ മൊത്തം സിലബസ് മൊത്തം മാറിയിട്ടുണ്ട്. ഇത് 9ാം ക്ലാസ് മാറി, ഇതാ 10ാം ക്ലാസ് മാറി, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നടാ? ഒന്നുമില്ല, നമ്മൾ ഏത് ബുക്ക് മാറിയാലും ശ്രദ്ധിക്കുക, ഏത് ബുക്ക് മാറിയാലും ഏത് സിലബസ് മാറിയാലും അതായത് എന്ത് തന്നെ ആയാലും ഭൂമി തല തിരിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് വേണ്ടത് നമ്മൾ പഠിച്ചു. നമ്മൾ കൊറോണയെ നമ്മൾ തുരത്തി, നിപ്പയെ നമ്മൾ തുരത്തി, എന്നിട്ടാണോ ഒരു ബുക്ക് മാറുക? എടാ ബുക്ക് നമ്മൾ എന്താ ആദ്യമേ പഠിച്ചിടണമെന്ന് ഞാൻ പറയില്ല, അതായത് തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, നമ്മുടെ മനസ്സിലെപ്പോഴും തലയിലുണ്ടാവും. എനിക്ക് ഒറ്റ കാര്യം നിർബന്ധമായിട്ട് പറയാനുള്ളൂ, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലുമൊക്കെ ഒരു ബേസിക്, അതായത് മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏതായാലും അതിന്റെ ഒക്കെ ലേസൺ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 10ാം ക്ലാസ് മാറുമ്പോൾ ബയോളജിയിലൊക്കെ എനിക്ക് തോന്നുന്നു ബയോളജിയിൽ കഴിഞ്ഞ കൊല്ലം 8 ചാപ്റ്റർ ആണ്, ഇപ്പൊ 7 ചാപ്റ്റർ ആണ്. പക്ഷേ ലെങ്ത് കൂടി ഒരു +1 +2 ലെവലിലേക്കൊക്കെ അവിടേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ആയിട്ട് മാറി വരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഒന്നും പേടിക്കണടാ, ഫസ്റ്റ് തൊട്ടൊന്ന് പഠിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കട്ടെ, ഞാൻ ഇതിന്റെ വിരോധവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് തൊട്ട് പഠിക്കാം. എന്താ, ഒരു അരമണിക്കൂർ അല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മതി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ, അല്ലെ 1-2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ 1 മണിക്കൂറൊക്കെ കഴിയുന്ന, പിന്നെ അത് 2-3 മാസം കഴിഞ്ഞ് നേരെ 1.5, പിന്നെ 2, അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് പഠിക്കാം. റിസൾട്ട്സിന് തലേന്നൊക്കെ ഇഷ്ടംപോലെ പഠിക്കാം. സോ ഒരു കാരണവശാലും പേടിക്കണം, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ട്. നാളെ കൃത്യം എനിക്ക് തോന്നുന്നു ഏതൊക്കെ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മൾ ബേസിക് ആയിരുന്നു കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് നോമൻക്ലച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് ലൈവ് ഉണ്ട്. ആ ലൈവിൽ നിങ്ങൾ മാക്സിമം വരിക. എല്ലാവരെയും ആ വീഡിയോയിലേക്ക് എല്ലാവരും നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ് സ്റ്റുഡൻസിനെ എല്ലാവരും ഞാൻ അതിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ നമ്മുടെ ആ ഒരു ലൈവിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ ഒന്നും പേടിക്കേണ്ട, ബേസിക് കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട്, ആരും തരാത്ത പോലെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ഒരു പെട്ടെന്ന് കൈകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഏതെങ്കിലുമൊക്കെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആകുക. താങ്ക് യു.